ഒരു ഹോട്ടല് ഹോൾസെയിലായിട്ട് ഡ്രസ്സ് വിൽക്കണ നിങ്ങൾ കണ്ടോ? ഡേ 7 ഓഫ് ബിൽഡിംഗ് കൈറിക്സ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ തിരുപ്പൂരുണ്ടേനി. മാനുഫാക്ചർ കണ്ടെത്തൽ തന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഇതിനു മുമ്പും നമ്മൾ മാനുഫാക്ചേഴ്സിനെ നോക്കി ഡൽഹിയിൽ പോയി. പക്ഷേ വളരെ കുറച്ച് മാനുഫാക്ചേഴ്സിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇതും വിചാരിച്ച് തന്നെ ഞങ്ങൾ തിരുപ്പൂരും പോയത്. പക്ഷേ തിരുപ്പൂർ എവിടെ നോക്കിയാലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ സ്റ്റോറോ കാണാൻ കഴിയും. എങ്ങനെയാണെങ്കിലും ഒരു ചെറിയ കുടിൽ പോലും നമുക്ക് തയ്യൽ മെഷീൻ കാണാൻ കഴിയും. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് മലയാളി മാനുഫാക്ചേഴ്സിനെ കാണാൻ പറ്റും. ഞങ്ങൾ ഈ ഫീൽഡിൽ പുതിയ ആൾക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അവർ ഞങ്ങളെ കുറേ സഹായിച്ചു. ഓൾക്ക് കച്ചവടം പിടിക്കണേക്കാളും അപ്പുറത്തേക്ക് ഓല് വേറെ കുറച്ച് മാനുഫാക്ചേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വരെ ഞങ്ങൾക്ക് തന്നു. അവർ ഞങ്ങൾക്ക് ഫാബ്രിക്കിൻ്റെ വലിയൊരു സ്റ്റോർ കാണിച്ചു തന്നു. അവിടെ നിന്ന് ഫാബ്രിക്സിനെ പറ്റി കൂടുതൽ പഠിക്കാനും കുറച്ച് സാമ്പിൾ ശേഖരിക്കാനും പറ്റും. ഞങ്ങൾ ഈ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഡൽഹിയേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടാണ് തിരുപ്പൂരിനെ തോന്നിയത്. കോസ്റ്റ് വൈസും പെട്ടെന്ന് എത്താൻ പറ്റുന്നതും കമ്മ്യൂണിക്കേഷനും ഒക്കെ എളുപ്പമായി തോന്നിയത് ഞങ്ങൾക്ക് തിരുപ്പൂർ തന്നെയാണ്. സോ നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തിരുപ്പൂർ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. എന്തെന്നായാലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരോടും കൂടെ ചോദിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക.